മൺട്രോ ട്രാവൽ ആൻഡ് ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി. മൺട്രോ ദുരിതേസ്തളവിൽ നടന്ന പരിപാടി ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം ചെയ്തു. ട്രാവൽ ടൂറിസം ഫെസ്റ്റിന് തുടക്കം കുറിക്കുമ്പോൾ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും എല്ലാ ജനപങ്കാളിത്തവും ഈ ഫെസ്റ്റിന് ഉണ്ടായാൽ മാത്രമേ നാളെ നമ്മുടെ നാട് ഒരു ടൂറിസം വികസന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയുള്ളൂ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ടൂറിസത്തിൽ നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഈ ട്രാവൽ ടൂറിസം പദ്ധതിക്ക് പുതിയ രൂപവും ഭാവവും ഇന്ന് ഏപ്രിൽ കഴിഞ്ഞ് മെയ് 15 എത്തുകയാണ്. മെയ് 15 തുടക്കം കുറിക്കുന്ന ഈ ഫെസ്റ്റിന് പദ്ധതിയും കൊടുത്തുമ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും എല്ലാം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തുടർ ദിവസങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും അവർ ആവശ്യപ്പെടുന്ന ബോട്ടിങ്, അക്കോമഡേഷൻ, ക്യാമ്പ് ഫയർ, മ്യൂസിക് എന്നീ തുടർ എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ ട്രാവൽ ടൂറിസം ഫെസ്റ്റ് നമ്മൾ സമാരംഭിക്കുന്നത്. ഇന്ന് നമ്മൾ പതിനഞ്ച് കൊടുത്തിയാലും ഈ വരുന്ന ശനിയാഴ്ച വൈകിട്ട് ഈവനിങ്ങിൽ നമ്മളെ കൾച്ചറൽ പ്രോഗ്രാം നമ്മുടെ പഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ മേൽനോട്ടത്തിൽ ഒരു വൺ പരിപാടിയായിട്ട് നടത്തി തുടക്കം കുറിക്കുന്നതാണ്. ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രധാന ഉത്തരവാദിത്വമുള്ള ശ്രീമാൻ ഗിരീഷ്, സജിത്ത്, രേഷ്മ, പ്രമോദ്, സംഗീത, പ്രിയമുള്ള നാട്ടുകാരി. നമുക്ക് മൺട്രോത്തുരത്തിന്റെ മഹിമ പുറംനാടുകൾ അറിയുന്നുണ്ട് എങ്കിൽ പോലും ഏറെ നാളായി നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ജലോത്സവം നടന്നപ്പോൾ ചെറുവള്ളങ്ങളുടെ മത്സരം ഇല്ല എന്ന് പറഞ്ഞപ്പോഴും ചുറ്റുമല ബ്ലോക്കിൽ വെച്ച് നമ്മളത് കമ്മിറ്റി കൂടുകയും ഇവിടുത്തെ ആളുകളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിർബന്ധമായും ഒരു ജലോത്സവം ഉണ്ടാകുമ്പോൾ നാടിൻ്റെയും ഉത്സാഹം ഉണ്ടാകണമെന്നുള്ള കാഴ്ചപ്പാടോടെ ചെറുവള്ളങ്ങളുടെ മത്സരം ഉണ്ടാകണമെന്ന് നിശ്ചയിച്ചതാണ്. ആദ്യം ഒരുപാട് പരിമിതികളും പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അതിനെല്ലാം മറികടന്നുകൊണ്ട് ചെറുവള്ളങ്ങളുടെ കളി നല്ല രീതിയിൽ നടത്താനും ഒപ്പം മറ്റേ ബോട്ടിംഗ് പ്രോഗ്രാം നടത്താനും നിശ്ചയിച്ചു. എല്ലാം ഭംഗിയായിട്ട് നടന്നു. അന്ന് നമ്മൾ പ്ലാൻ ചെയ്താണ് ഒരു ഫെസ്റ്റ് നടത്തണം ഇതോടനുബന്ധിച്ച്. പക്ഷേ സാഹചര്യങ്ങൾ വേറെ ഒരുപാട് പരിപാടികൾ അടുത്തടുത്ത് വന്നു. അത് ഭീമമായ സാമ്പത്തിക ക്ലേശം നാട്ടിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ളതായതുകൊണ്ട് തന്നെ നമുക്കത് യാദൃശ്യമായിട്ട് മാറ്റിവെക്കേണ്ടി വന്നു. പക്ഷെ നമ്മൾ കുറേ ശ്രമം നടത്തിയതാണ്. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ നിർബന്ധമായിട്ടുള്ള ഫെസ്റ്റ് നടത്തിയിരിക്കും. എന്നുവെച്ചാൽ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. ആ എല്ലാ സാധ്യതയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കുറേശ്ശെയെങ്കിലും ആരെങ്കിലും തുടക്കമിട്ടെങ്കിലേ ക്രമേണ വർഷങ്ങളെടുത്തത് മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് പ്രകൃതി ഭംഗി ചില പ്രശ്നങ്ങൾ നമുക്കുണ്ട്. വേലിയേറ്റവും ഭൂമിയുടെ ലെവല് താഴുന്നതും ഒക്കെ നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ആലോചിച്ച് നോക്കേ, ഈ മൺട്രോത്തുരുത്ത്, പേരയം, കരുവ, ഈ ജലാശയത്തോട് ചേർന്ന് കിടക്കുന്ന തീരദേശ പഞ്ചായത്തുകളെല്ലാം കൂട്ടിയോജിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മളെല്ലാം പ്രകൃതി കൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നവരാണ്. ഒറിജിനൽ മായമില്ലാത്ത രീതിയിൽ കഴിക്കാൻ പറ്റുന്നതാണ്. അവിടെ മായം വരുമ്പോഴാണ് പലതും പിന്നോക്കം പോകുന്നൊരവസ്ഥ വരുന്നത്. ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ആ പ്യൂരിറ്റി, നമ്മുടെ ആ വില കൂടിയാലും വേണ്ടില്ല, പ്യൂരിറ്റി നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ രീതിയിൽ ഫെസ്റ്റുകൾ വരുമ്പോഴായാലും അല്ലാതായാലും ഹോം സ്റ്റേകളും എല്ലാം നല്ല ഫുഡ് കൊടുക്കാൻ കഴിയണം, മായമില്ലാത്തത്. നമുക്കറിയാമല്ലോ, ഒരുപാട് നല്ലതെന്ന് പറയുമ്പോഴും ഇതിനെല്ലാം ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാകുന്നൊരു കാലമാണിത്. അതൊന്നും പരീക്ഷിക്കപ്പെടാതെ
ഇവിടുത്തെ സ്വസിദ്ധമായ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഫുഡ് തന്നെ വെച്ച് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് അനേകം ടൂറിസ്റ്റുകളുടെ എത്തുമെന്നുള്ളത് തത്വമറ്റ സംഗതി. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും, ഇല്ലാതിരുന്ന സമയത്ത് പോലും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇവിടെ ആളുകൾ വന്നിട്ടുള്ളതാണ്. നമ്മുടെ ദേശാടന കിളികളായാലും എല്ലാം തന്നെ. അപ്പോൾ അതെല്ലാം നമുക്ക് അനുഗ്രഹീതമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഫെസ്റ്റിൻ്റെ തയ്യാറെടുപ്പോടെ വലിയ ഫെസ്റ്റാണെന്ന് ചോദിച്ചാൽ അല്ല, ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഭാഗമായിട്ട് നടത്തുകയാണ്. പഞ്ചായത്തുകളെ എല്ലാം വിളിച്ചു കൂട്ടി സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മൾ ജലോത്സവം വരുമ്പോൾ എങ്ങനെയാണ് അതിന് മുമ്പേ 1.5 മാസം മുമ്പേ, 1.5 അല്ലെങ്കിൽ ഫെസ്റ്റ് നടത്തുന്നത് 2-3 മാസം മുമ്പേ തയ്യാറെടുപ്പുകൾ നടത്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇൻഷുറൻസ് മേഖലയെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്രയും കാലത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് നമുക്ക് പുതിയൊരു ഫെസ്റ്റിലേക്ക് കടക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയുള്ളൊരു തയ്യാറെടുപ്പല്ല. ടൂറിസ്റ്റിന്റെ ഭാഗമായിട്ട് ടൂറിസ്റ്റുകളെ കണ്ടെത്തുന്നതിനും അതിൻ്റെ പാക്കേജ് ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വന്ന് കാണാനും കുറച്ച് നേരം കളിക്കാനും ചെറിയ ഭക്ഷണം അടക്കം കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ബോട്ടിംഗ് നമുക്കറിയാം ഇവിടെ വിശാലമായിട്ട് ചെയ്യാവുന്ന പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ ഉള്ള സംവിധാനത്തിൽ നിന്ന് തുടക്കം ഇട്ടുകൊണ്ട് വരുന്ന ആളുകളിൽ നമുക്ക് വളരെ ഗംഭീരമായ രീതിയിൽ കൂട്ടായിട്ട് നടത്താനുള്ള ശ്രമം ഉണ്ടാകാം. അപ്പോൾ അറിയിപ്പെന്ന് പറയുന്നത് ഇപ്പോൾ വാട്സാപ്പിലൂടെയും മറ്റും പോയിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പ്രദേശത്ത് നടക്കുന്ന ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഇന്നത്തെ ഈ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ തുടക്കം ഭദ്രദീപം കൊടുത്ത് നിർവഹിക്കുക. മൺപത്രത്തിലെ ഒരു ട്രാവൽ ഫെസ്റ്റ് ആദ്യമായിട്ടാണ് ഇവിടെ നടത്തുവാൻ പോകുന്നത്. നേരത്തെ ഇവിടെ ജയദേവി മോഹൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വള്ളംകളിയോടനുബന്ധിച്ച് ഒരു ഫെസ്റ്റ് മൺപത്രത്തിൽ നടത്തണമെന്ന് വളരെ ആഗ്രഹത്തോടുകൂടി സംഘാടക സമിതി രൂപീകരിക്കുകയും എന്നാൽ അവസാന ഘട്ടമായപ്പോഴത്തേക്ക് പാലിച്ച സാമ്പത്തിക ചെലവ് കാരണം തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നത്. എന്നാൽ 10 പഞ്ചായത്തുകൾ കൂടിയാണ് ഇതൊക്കെ ആസൂത്രണം ചെയ്തെങ്കിലും പാലിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതിനാൽ മാറ്റിവെക്കേണ്ടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. മൺട്രോത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൺട്രോത്ത് പഞ്ചായത്തിലെ ജലാശയം പകുതി ഭാഗം ജലാശയം ആയിട്ടുള്ള പ്രദേശമാണ്. ജലാശയത്തോടനുബന്ധിച്ചുള്ള ടൂറിസം വികസിപ്പിക്കുന്ന വഴി നമ്മുടെ മൺട്രോത്ത് പഞ്ചായത്തിനെ പുരോഗമിച്ച് എടുക്കുവാൻ കഴിയും. ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഇന്ന് ടൂറിസവുമായി ബന്ധപ്പെട്ട് മൺട്രോത്തിൽ അനുഭവിക്കേണ്ടി വരും. നമുക്കറിയാം, ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഒരു ജനുവരി, നവംബർ, ഡിസംബർ കാലയളവിലാണ് സീസൺ കാലയളവ്. ആ കാലയളവിൽ വിദേശ രാജ്യങ്ങൾ ജർമ്മൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒരു വർഷം 2000-ഓളം പേർ, 2000-ലധികം പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെ എത്തുന്ന ഒരു പഞ്ചായത്താണ് മൺട്രോത്ത് പഞ്ചായത്ത്. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയെങ്കിലും ഒട്ടേറെ പ്രതിസന്ധികൾ നമ്മുടെ ഈ മൺട്രോത്തിൽ നിലനിൽക്കുന്നു. കാരണം എന്ന് വെച്ചാൽ മൺട്രോത്തിന്റെ റോഡുകളെല്ലാം തന്നെ താറുമാറായി കിടക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും അതുപോലെ നമ്മുടെ വേലിയേറ്റവും ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ ടൂറിസം മേഖലയെ സാരമായി ബാധിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട്. മൺട്രോത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ എസ് വളവ്. എസ് വളവിൽ തന്നെ ജനങ്ങൾ ഒരുപാട് പേർ, വിദേശികളും സ്വദേശികളും എത്തുന്ന ഒരു സ്ഥലമാണ്. ആ പ്രദേശത്ത് പോലും നമുക്ക് നല്ല രീതിയിലുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒട്ടേറെ പ്രതിസന്ധികളാണ് മൺട്രോത്ത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചുള്ളത്. പ്രത്യേകമായിട്ട് പറയാനുള്ള സിയാർസെറ്റ് മേഖല, നമ്മുടെ കായല്, ഈ രാഷ്ട്രമുടിക്കായലിന്റെയും കല്ലടയാറിന്റെയും ഭാഗത്ത് വരുന്ന ഭാഗങ്ങളിൽ ഒന്നും തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. നമുക്കറിയാം, ഹൗസ് ബോട്ടുകൾ ഉൾപ്പെടെ പുറത്തു നിന്ന്, കൊല്ലത്തിൽ നിന്നായാലും മറ്റു പ്രദേശങ്ങളിൽ നിന്നായാലും നമ്മുടെ അഷ്ടമുടിക്കായലുകളിലൂടെ സഞ്ചരിച്ച് മൺട്രോത്തിൽ എത്താറുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ടൂറിസ്റ്റ് വള്ളങ്ങളും അതേപോലെ തന്നെ കനാൽ വള്ളങ്ങളെല്ലാം തന്നെ ചെറുബോട്ടുകളിൽ കൂടി എല്ലാം തന്നെ സഞ്ചരിച്ച് മനോഹരമായ നമ്മുടെ പഞ്ചായത്ത് കാണാറുണ്ട്. എങ്കിൽ തന്നെ ഒട്ടേറെ ഈ അനുഭവിക്കപ്പെടുന്ന പ്രതിസന്ധികൾക്ക് മാറ്റം വരാതെ മൺട്രോത്തിലെ വികസനം, ടൂറിസവുമായി ബന്ധപ്പെട്ട വികസനം സാധ്യമല്ലാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് പറയുന്ന ഒറ്റപ്പെട്ട ഈ പ്രദേശത്തെ മറ്റ് പഞ്ചായത്തുകളുമായി യോജിപ്പിക്കത്തക്ക രീതിയിലുള്ള പാലങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ വരേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ പെരുമൺ പാലം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ കണ്ണക്കാട്ട് പാലത്തിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. ഒന്നേക്കടവ് പാലത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പിന്നീട് നമുക്ക് വരേണ്ടതായിട്ടുള്ള അരുനല്ലൂർ പാലം, ഇതൊക്കെ നമുക്ക് ഈ പല പ്രദേശങ്ങളെ അടുത്തുള്ള പഞ്ചായത്തുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന പാലങ്ങൾ, അതേപോലെ തന്നെ ഇവിടുത്തെ മണ്ഡലത്തിലെ റോഡുകളും നല്ല രീതിയിലായി കഴിഞ്ഞാൽ മണ്ഡലത്തിന്റെ ടൂറിസം മേഖലയിലുള്ള വികസനം അത്യുന്നതങ്ങളിൽ എത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഞ്ചായത്തിലെ ഈ ടൂറിസം മേഖലയിലെ വികസനവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഫണ്ടോ തനതായിട്ടുള്ള ഫണ്ടോ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട വരുമാനങ്ങളൊന്നും തന്നെ കുറച്ച് അനധികൃത ഹോം സ്റ്റേയും കാര്യങ്ങളും ഒക്കെ മണ്ഡലത്തിൽ പഞ്ചായത്തിൽ ഉണ്ട്. കാരണം വെച്ചാൽ അതിലൊരു നമ്പർ നിയമപ്രകാരം CRZ പ്രദേശമായതിനാൽ നമ്പർ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് പഞ്ചായത്തിന് വരുമാനം ഇല്ലാത്തൊരവസ്ഥ. അതിനൊക്കെ മാറ്റം വന്ന് താൽക്കാലിക നമ്പറുകൾ കൊടുത്തുകൊണ്ട് പഞ്ചായത്തിന് വരുമാനം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ടൂറിസം എന്ന ഈ വലിയ പദ്ധതി ഇവിടെ നടക്കുമ്പോഴും മണ്ഡലത്തിൽ പഞ്ചായത്തിൽ യാതൊരു വരുമാനം ഇല്ലാത്തൊരവസ്ഥയാണ്. അതിന് നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പിന്നീട് പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മൾ ഇവിടെ ടൂറിസം മേഖലയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമായതിനാൽ പോലും ഞങ്ങൾ കയറുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ഒരു ബാത്റൂമും മറ്റ് സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഇന്നും അത് പൂർത്തിയായിട്ടില്ല. പല തരത്തിലുള്ള നൂലാമാലകളുമായിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റു പ്രദേശങ്ങളിൽ അപ്പുറത്ത് കല്ലടയാറിന്റെ തീരത്ത് പലപ്പോഴും പലരും വന്ന് ബാത്റൂം സൗകര്യമില്ലാത്ത വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പലരും വന്ന് സത്യം പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് വാർഡ് മെമ്പറോട് ചോദിച്ചുകൊണ്ട് ആറ്റനുവത്തും എല്ലാം തന്നെ ബാത്റൂമുകൾ കെട്ടേണ്ടുന്ന ഒരവസ്ഥയ്ക്ക് മൗനാനുവാദം കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും തന്നെ നടക്കത്തില്ല. ഇപ്പോൾ ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ ഫെസ്റ്റ് നമ്മുടെ മണ്ഡലത്തിൽ പഞ്ചായത്തിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു വല്ലാത്തൊരു കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. എങ്ങനെ ഇത് മുന്നോട്ട് ഒരുപാട് സാമ്പത്തികമൊക്കെ ചെലവാക്കിയാണ് ഇവിടെ ഇത് നടപ്പിലാക്കുന്നത്. ഈ വലിയ പന്തലും എല്ലാം കണ്ടിട്ട് ഒരു ആശങ്കയുണ്ട്. കാരണം എന്ന് വെച്ചാൽ മഴ വൈകുന്നേരങ്ങളിൽ പെയ്യും. വൈകുന്നേരങ്ങളിലാണ് ആളുകൾ കൂടുതൽ എത്തേണ്ടുന്നത്. ഇത് തന്നെയായാലും മണ്ഡലത്തിലെ ടൂറിസം മേഖലയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രചോദനം ഉണ്ടാകത്തക്ക രീതിയിൽ ഈ ഫെസ്റ്റ് വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മണ്ഡലത്തിൻ്റെ ടൂറിസം വികസനത്തിന് ഒന്നുകൂടി ഊർജം പകരുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു പദ്ധതിയാണ് ഈ ട്രാവൽ ടൂറിസം പദ്ധതി എന്ന് ഞാൻ കരുതുന്നു. ആദ്യകാലത്ത് തുടക്കത്തിൽ ഇതിന് സാമ്പത്തികമായി നിലയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഭാവിയിൽ മണ്ഡലത്തിൻ്റെ ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായ ഒരു കാൽവെപ്പായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം 10-20 വർഷമായി മണ്ഡലത്തിലേക്ക് ടൂറിസ്റ്റുകൾ എത്താൻ തുടങ്ങിയിട്ട്, എന്നാൽ 5-6 വർഷമായിട്ടാണ് കൂടുതൽ സഞ്ചാരികൾ മണ്ഡലത്തിലെത്തുന്നത്. എത്തുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവസം ചിലവഴിക്കാനുള്ള സൗകര്യം മണ്ഡലത്തിൽ ഇന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോരായ്മ. അതിനൊരു പരിഹാരമായിട്ട് ഈ ഫെസ്റ്റ് ഉതകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു. ഇവിടെ ഒരുപാട് തൊഴിലാളികളുണ്ട്. ഇന്ന് ഉദ്ഘാടനം നടക്കുന്നത്, ഇന്നലെ ഉദ്ഘാടനം നടക്കണം, ആരൊക്കെ വിളിക്കണം, എനിക്ക് നമ്പർ തന്നവരാണ് ഇവര്. ഇവിടെ ഏതൊക്കെ നേതാക്കന്മാരുണ്ട്, പഞ്ചായത്ത് വിളിക്കണം, പഞ്ചായത്ത് സെക്രട്ടറി വിളിക്കണം, എന്നെ എത്തി ചുറ്റും 2 ദിവസമായിട്ട് ഈ പറയുന്ന ചെറുപ്പക്കാര് എന്നോടൊപ്പം എന്റെ സങ്കടം കൊണ്ടാവാം. അവൻ ഞങ്ങളുടെ ഫാമിലി ഇറങ്ങും, അതല്ലാണ്ട് എത്ര ഫാമിലി വേണം, കോളേജിൽ പോലും നമ്മൾ ഇറക്കി തരും. അതുപോലെ ഈ മണ്ഡലത്തെ സ്നേഹിക്കുന്ന യൂത്തിന് മുന്നിൽ ഞാനൊരു വാക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ഫെസ്റ്റ് മനോഹരമായി ചെയ്യും. നിങ്ങൾ ഞങ്ങളോടുണ്ടെങ്കിൽ ഇനി ഏത് മഴ വന്നാലും ഏത് പെരുമഴ പെയ്താലും ആ മഴയത്ത് നമ്മൾ റെയിൻ ഫെസ്റ്റ് മണ്ഡലത്തിരുത്ത് ഐലൻഡ് എന്ന പേര് നമ്മൾ ചെയ്തിരിക്കും. എന്തായാലും ഈ ദീപം അത് അണയാതിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും, ഇന്നിവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഹാർദമായ നന്ദി അറിയിക്കുകയാണ്.
ഈ ഫെസ്റ്റ് മനോഹരമായി ഈ നാടിന്റെ വികസനത്തിനും ടൂറിസത്തിനും ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട ഈ നാടിന്റെ അമ്മ, ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ ടീച്ചർ പണ്ട് പോലെ ഈ ടൂറിസത്തിന് വേണ്ടി എപ്പോ വിളിച്ചാലും പറയും, പഞ്ചായത്ത് വാർത്താശാല എപ്പോഴും വിളിക്കുന്നത് എപ്പോഴും അറിയോ, അവിടെ ഇന്ന് ടൂറിസത്തിന്റെ ഒരു വീഡിയോ ഉണ്ട് ഗിരീഷേ, അവിടെ ഇത്രയും ഉണ്ട്, പക്ഷെ കുറെ പൈസ തരാനുണ്ട്, എല്ലാം ചെയ്തിടും. പക്ഷെ എന്തുകൊണ്ടും ഈ നാടിന് അനുയോജ്യമായ ഒരു പ്രസിഡന്റിനെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുള്ളിക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഫെസ്റ്റ്, അത് നടക്കണം, നമ്മളെ വിളിച്ച് ഇതിന് വന്നിട്ടില്ല, എന്തെങ്കിലും അസൂയായിരിക്കും. എന്ത് വലിയ തിരക്കുകൾക്കിടയിലും നമ്മൾക്ക് ഈ ഫെസ്റ്റ് നാടിന്റെ അനിവാര്യമാണ്. ഇത് എന്റെ നാടാണ്, എന്റെ സ്വത്താണ് കരുതുന്ന അനീറ്റ മെമ്പറുണ്ട്. അനീറ്റ മെമ്പർക്ക് ഇത് വിജയിച്ചേ പറ്റൂ. നാട് ഇന്ന് തുടക്കം കുറിക്കുന്ന ഈ ഫെസ്റ്റ് എന്നും നിലനിൽക്കാൻ ഇന്ന് ഒരു നാടിന്റെ ജനപ്രതിയായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്ന അനീറ്റ മെമ്പറിന് ഞാൻ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം നാടിന്റെ വികസന പദ്ധതിക്കും ടൂറിസം മേഖലയ്ക്കും എന്നും ട്രാവൽ ടൂറിസം ഇവിടെ എത്തേണ്ട അനിവാര്യമാണെന്ന് നമ്മളോടൊപ്പം ചേർന്നതുകൊണ്ട് ഒരുപാട് നാൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ ജനകീയ നേതാവിനുണ്ട്. അദ്ദേഹത്തിനും എന്റെ പേരിൽ ഒരുപാട് നിങ്ങളുടെ പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ മൺറോത്തുരുത്ത് എന്ന് പറഞ്ഞ ഐലൻഡ് ടൂറിസത്തിനെ വലിയ അധികം ചുക്കാൻ പിടിപ്പിച്ച ഒരൊറ്റ വീഡിയോയിലൂടെ ഈ ലോകത്തിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ കൈയ്യട് അദ്ദേഹത്തിന് കൊടുക്കാം. നമ്മുടെ ഈ മൺറോത്തുരുത്ത് ഐലൻഡ് അത് ഇന്നലെ ഫെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായി ഓടിയെത്തപ്പോഴും നമ്മൾ കാണുമ്പോഴും നെഞ്ചോട് ചേർത്ത് വിളിക്കാൻ എപ്പോഴും സൈത്തിനെ പോലുള്ളവരും അതിന്റെ പിൻതലമുറകളും എപ്പോഴും ഈ മണ്ഡലത്തിൽ ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന്റെ വൈഫ് സഹധർമ്മിണിയും നമ്മുടെ കൂടൊപ്പം ഈ പദ്ധതിയെ കൊടുത്താണ്ടായിരുന്നു. എന്നും ഇതൊരു മനോഹരമായി തീരാൻ ഇതാണ്. നമുക്ക് മുന്നിൽ പെയ്തൊരു മഴ ഇപ്പോ ഇല്ല. ഈ മഴ നമുക്ക് വേണ്ടി കുറച്ച് ദിവസം മാറി നിൽക്കും, ഉറപ്പാണ്. നമുക്ക് തുടങ്ങാം നാളെ മുതൽ മൺറോത്തുരുത്ത് ഐലൻഡിന്റെ പുതിയ രൂപവും പുതിയ ഭാവവും. നമുക്ക് ഡാൻസ് ചെയ്യാം, നമുക്ക് പാടാം, നമുക്ക് ഭക്ഷണം കഴിക്കാം, നമുക്ക് ഉല്ലസിക്കാം. അതിനായി ഈ നാട് ഒരുമിക്കട്ടെ. ഒരുമിച്ച് നമ്മളോടൊപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മൺട്രോ ഐലൻഡ് ടൂറിസം നാളെ ലോക ഭൂപടത്തിൽ എത്തിക്കാൻ നമുക്ക് പറ്റും, ഉറപ്പാണ്. എല്ലാവരുടെയും അവസരം ഞാൻ കൂപ്പുകയാണ്. നിങ്ങളുടെ സഹായം നമുക്ക് അനിവാര്യമാണ്. ഇവിടെ ഉദ്ഘാടകയായിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ അവർ, നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിറ്റ അവർ, സജയ് സാർ, ഇവിടെ കൂടിയ മറ്റ് സദസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു.